സംസ്ഥാനത്ത് 10 ജില്ലകളിൽ അതിനിടയിൽ മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ കഴിഞ്ഞ 1 മണിക്കൂർ 1.5 മണിക്കൂർ അധികമായി പെയ്യുകയാണ്. തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടാണെന്ന്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എന്ന പുതിയ അപ്ഡേറ്റ് കൂടിയുണ്ട്. ജിബിൻ JB അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വേണം എന്ന കാര്യത്തിലുമൊക്കെ ഇനി കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അമൽ തേനംപറമ്പിൽ കൂടി നമുക്കൊപ്പം ഉണ്ട്. ആദ്യം ജിബിനിലേക്കാണ്. ജിബിൻ, മഴ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ 1-2 മണിക്കൂറായി തിരുവനന്തപുരത്ത് ശക്തമായ മഴയല്ലേ പെയ്യുന്നത്? രതീഷ്, അത് തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴ ആരംഭിച്ചത്. ആ ഒരു മഴയ്ക്ക് ഇപ്പോഴും മാത്രമാണ് ഒരു താൽക്കാലികമായ ശമനം വന്നിട്ടുള്ളത്. പക്ഷേ മേഘം മുഴുവൻ ഇപ്പോഴും ഇരുണ്ട് കെട്ടിയ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ 3 ജില്ലകളിലും അടുത്ത 3 മണിക്കൂറത്തേക്ക് ഓറഞ്ച് അലർട്ടാണ് ജില്ലാ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴ പെയ്യാനും ഈ 3 ജില്ലകളിലും അടുത്ത 3 മണിക്കൂറിൽ ഈ ജില്ലകളിൽ പെയ്യാനുള്ള ഒരു സാധ്യതയും കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പായി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറിൽ, പ്രത്യേകിച്ച് ഇന്ന് ഉച്ചയോടുകൂടിയാണ് അതിശക്തമായ മഴ തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മേഖലകളിലും ഈ മഴ ഇത്രയും മണിക്കൂറുകൾ നീണ്ടു നിന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മലയോര മേഖലയിലും തീരദേശ മേഖലയിലും നഗരമേഖലയിലെല്ലാം ഒരുപോലെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി. പാലോട്, നെടുമങ്ങാട് മേഖലകളിലും, പ്രത്യേകിച്ച് പാലോട് മേഖല കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ റോഡ് പണി നടക്കുന്ന സമയമാണ്. വഴിയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് ആ സമയത്ത് രൂപപ്പെട്ടിരുന്നു. പക്ഷേ ഇടവിട്ടുള്ള ഒരു മഴയായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഗതാഗത സ്തംഭനം ഒന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു മഴ തന്നെയാണ് എല്ലാ മേഖലയിലും ലഭിച്ചിരുന്നത്. മലയോര മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ കാട്ടാക്കട, ആര്യനാട് മേഖലയിലും മണലി മേഖലയിലൊക്കെ അതിശക്തമായ മഴ അവിടെയും ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിൽ ശംഖുമുഖം, വലിയതുറ മേഖലയിലൊക്കെ ശക്തമായ തിരയടിയുമുണ്ട്. അവിടെയും വലിയ രീതിയിലുള്ള മഴ നിലവിലും പെയ്യുന്നുണ്ട്. പക്ഷേ ഈ മത്സ്യബന്ധനത്തിലുള്ള വിലക്കൊന്നും തന്നെ നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മാത്രമാണ് ആദ്യഘട്ടത്തിൽ മുന്നറിയിപ്പായി ഉണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ്, ഏകദേശം 3:30 കൂടിയാണ് അടുത്ത 3 മണിക്കൂർ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നതും അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് തന്നെയാണ് ഈ 3 മണിക്കൂർ അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ 3 ജില്ലകൾക്ക് നൽകിയിരിക്കുകയും ചെയ്യുന്നത്. തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അടുത്ത 3 മണിക്കൂർ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറിൽ തലസ്ഥാനത്ത് ഉൾപ്പെടെ പെയ്യുന്നത്.